9वीं कक्षा का तीसरा पाठ भाग पक्षी और दीमक कहानी है। किस विधा की रचना है? कहानी। वो मुक्तिबोध, राइटर का नाम, लेखक का नाम मुक्तिबोध। कौन है मुक्तिबोध? देखिए, गजानन माधव मुक्तिबोध। मुक्तिबोध उनका तूलिका नाम है। लिखते वक्त മുക്തിബോധ് നാം സെ വോ ലിഖ്തേ थे, എഴുതുമ്പോൾ മുക്തിബോധ് എന്ന പേരിൽ എഴുതുന്നു. അസലി നാം, ഒറിജിനൽ നെയിം ഗജാനൻ മാധവ് മുക്തിബോധ്. जन्म 13 नवंबर 1927, मृत्यु 11 सितंबर 1964. हिंदी साहित्य की स्वतंत्रोत्तर प्रगतिशील काव्यधारा के शीर्षस्थ व्यक्तित्व. हिंदी സാഹിത്യത്തിലെ സ്വാതന്ത്ര്യാനന്തരം പ്രഗതിശീൽ പുരോഗമന ശൈലിയിലുള്ള കാവ്യധാരാക്കെ, കവിതാ ഒഴുക്കിലെ ശീർഷസ്ഥ വ്യക്തിത്व, तल उयर्ती निल्कुन्ना व्यक्तित्व. उसका मतलब कई शैलियों में कविता लिखने वाले थे. ये मुक्तिबोध സ്വാതന്ത്ര്യത്തിന് ശേഷം देश में प्रगति लाने के लिए, രാജ്യത്ത് പുരോഗമനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ये तो प्रगति लायक പുരോഗമന രീതിയിലുള്ള कविता लिखते थे. कविता आस्वादन करने पर लोग अपने ജിന്ദഗി में പ്രഗതി लाना चाहते थे. കവിത ആസ്വാദനത്തിന് ശേഷം ജനങ്ങൾ എന്താണ് പുരോഗമനം ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വഹി ശൈലിമേ വോ കവിത ലിഖ്തേ थे. ആ ശൈലിയിലായിരുന്നു അദ്ദേഹം കവിത എഴുതിയിരുന്നത്. വഹി കാവ്യധാരാക്കെ, ആ കവിത ഒഴുക്കിലെ അങ്ങനെയുള്ള ഒരുപാട് കവികളുണ്ട്. അപ്പോൾ കവിത എഴുതുന്ന ഒരുപാട് കവികൾ, ആ ശൈലിയിൽ കവിത എഴുതുന്ന ഒരുപാട് കവികളുടെ, അതാണ് കവിത ഒഴുക്ക് എന്ന് ഉദ്ദേശിച്ചത്. ഒഴുക്കിലെ ശീർഷസ്ഥ വ്യക്തിത്വ, തല ഉയർത്തി നിൽക്കുന്ന വ്യക്തിത്വം. അപ്പോൾ ഉസീ തരഹ പ്രഗതിശീൽ കവിത ലിഖ്നെ വാലെ കവിയോമേ, പുരോഗമന രീതിയിൽ കവിത എഴുതുന്ന കവികളിൽ ശീർഷസ്ഥ വ്യക്തിത്വ, തല ഉയർത്തി നിൽക്കുന്ന വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പ്രമുഖ്. ഏതോ ജാനേമാനെ വ്യക്തിത്വം, ഇദ്ദേഹം ഒരു പ്രസിദ്ധനാണ്, അറിയപ്പെടുന്ന വ്യക്തിത്വമുള്ള ആളാണ്. സർവാധിക് ചർച്ചാക്ക് കേന്ദ്രമേ രഹനെ വാലെ കഹാനികാർ, സർവാധിക് ഏറ്റവും കൂടുതലായിട്ട് ചർച്ചാ കേന്ദ്രമായി നിലനിൽക്കുന്ന കഹാനികാർ ഏവം സമീക്ഷക്, കഥാകൃത്തും ഏവം അതുപോലെ സമീക്ഷക് നിരൂപകനുമാണ്. ये कवि है ऐसा बताया गया, उसी के साथ ही कहानीकार है, അതോടൊപ്പം തന്നെ ഇദ്ദേഹം കഥാകൃത്തും സമീക്ഷക് നിരൂപകനുമാണ്. പ്രമുഖ രചനായം, പ്രധാനപ്പെട്ട രചനകൾ: ചാന്ദ് കാ മുഹ് ടേട്ടാ ഹെ, ഭൂരി ഭൂരി ഘാക്ദൂൽ, ഏതോ കവിതാ സംഗ്രഹ, കവിതാ സമാഹാരമാണ്. वो दो किताब है, वही दो किताबों में कई कविताएं हैं, ഒരുപാട് കവിതകളുണ്ട്. काट का सपना, विपात्र, सदर से उड़ता आदमी, कहानी संग्रह, ഇതെല്ലാം കഥാസമാഹാരങ്ങളാണ്. അപ്പോൾ 3 പുസ്തകം, ഈ तीनों किताबों में कई कहानियाँ, നിരവധി കഥകൾ. नई कविता का आत्मसंघर्ष, ये आलोचना है. आलोचना का मतलब निरूपണം. निरूपണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ एक लेखक के लेखन के बारे में, उसके गुणों और दोष के बारे में विस्तार से लिखना. ഒരു ലേഖകന്റെ എഴുത്തിൻ്റെ ഗുണവും ദോഷവും ഒക്കെ വിസ്തരിച്ചുകൊണ്ട് എഴുതുന്ന രീതി, അതിനെയാണ് ആലോചന എന്ന് പറയുന്നത്. ഏതോ സമീക്ഷക് ബി ഹെ പഹലെ കഹാ ഗയാ, അപ്പോൾ എനിക്ക് സമീക്ഷ ഹേ, അദ്ദേഹത്തിൻ്റെ സമീക്ഷ, ആലോചനയാണ് ഇത്. നൈ കവിതാ കാ ആത്മസംഘർഷം. देखिए, പക്ഷി और दीमक के बारे में, നമ്മുടെ പാഠഭാഗമായ പക്ഷി और दीमक എന്നതിനെ കുറിച്ച്. മുക്തിബോധ് की कहानी പക്ഷി और दीमक, മുക്തിബോധിന്റെ കഥയായ പക്ഷി और दीमक दरअसल യഥാർത്ഥ में, असल में दरअसल എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ, एक लंबी कहानी है, ഒരു നീണ്ട കഥയാണ്, നീളം കൂടിയ കഥയാണ്. അപ്പോൾ छोटी कहानी नहीं, लंबी कहानी है, जिसके भीतर, അതിനുള്ളിൽ പക്ഷി और दीमक की कहानी समाहित है. അപ്പോൾ ആ ലംബി കഹാനി, ആ നീണ്ട കഥയിൽ
പക്ഷി ഓർ ധീമക് की कहानी, പക്ഷിയുടെയും ചിതലിൻ്റെയും, ദീമക് എന്ന് പറഞ്ഞാൽ ചിതലാണ്, ചിതലിൻ്റെയും കഥ സമാഹിത് ഹെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പോൾ ലംബി കഹാനിക്ക് അന്തർ എക് ഛോട്ടി കഹാനി ഹെ, ആ നീണ്ട കഥയ്ക്കുള്ളിൽ ഒരു ചെറിയ കഥയുണ്ട്. ആ കഥയാണ് പക്ഷിയുടെയും ചിതലിൻ്റെയും കഥ. ഇസി ആധാർ പർ, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഹാനി കാ ശീർഷക്, കഥയുടെ ഹെഡിങ്ങും രഖാ ഗയാ ഹെ വെച്ചിരിക്കുന്നു. ഇസ് കഹാനിക്കോ, ഈ കഥയെ കഥാനായകനായ മേം, അപ്പൊ കഥാനായകന്റെ പേര് ആ പക്ഷി ഓർ ധീമക് എന്ന മെയിൻ കഥ, ആ നീണ്ട കഥയിലെ കഥാനായകന്റെ പേര് അതിൽ പറയാതെ മേം, ഗജാനൻ മാധവ് മുക്തിബോധ് റൈറ്റർ തന്നെ കഥാനായകൻ എന്ന രീതിയിൽ മേം, ഞാൻ എന്ന രീതിയിലാണ് പറയുന്നത്. മേം എന്ന കഥാനായകനും ഞാൻ എന്ന കഥാനായകൻ ഏക്ക് അന്യപാത്ര, അതിലെ മറ്റൊരു കഥാപാത്രമായിട്ടുള്ള ശ്യാമളാക്കോ, ശ്യാമളയെ സുനാത്താഹെ കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ കഥാനായക് നായികാസെ സുനാനെ വാലെ കേൾപ്പിക്കുന്ന छोटी कहानी है, ചെറിയ കഥയാണ് എന്ത്, പക്ഷി ഓർ ദീമക്, ആ പക്ഷിയുടെയും ചിതലിൻ്റെയും കഥ. യഹാ സമ്പൂർണ്ണ കഹാനിക്ക് ഭീതർ, ഇവിടെ പൂർണ്ണമായിട്ടുള്ള കഥയ്ക്കുള്ളിൽ, ഭീതർ എന്ന് പറഞ്ഞാൽ അന്തർ, ഉള്ളിൽ, എക് ഛോട്ടി കഹാനി ഹി ഒരു ചെറിയ കഥ, പക്ഷി ഓർ ധീമക് ശീർഷക് പർ ധി ഗയി ഹെ, പക്ഷി ഓർ ദീമക് എന്ന ഹെഡിങ്ങിൽ ധി ഗയി ഹെ നൽകിയിരിക്കുന്നു. അപ്പോൾ ലംബി കഹാനിക്ക് അന്തർ की छोटी कहानी है हमें पढ़ने के लिए, ആ നീണ്ട കഥയ്ക്കുള്ളിലുള്ള ചെറിയ കഥയാണ് നമുക്ക് പഠിക്കാനുള്ള പക്ഷി ഓർ ധീമക്. അപ്പോൾ ഗജാനൻ മാധവ് മുക്തിബോധ് की असली कहानी तो केवल ये नहीं, യഥാർത്ഥ കഥ കേവൽ ये नहीं, ഇത് മാത്രമല്ല, एक बड़ी कहानी है, ഒരു വലിയൊരു കഥ ഉണ്ട്, ആ കഥക്കുള്ളിലെ കഥ മാത്രമാണ് പക്ഷി ഓർ ദീമക് എന്നത്. അപ്പോൾ देखिए एक था पक्षी, एक पक्षी था, इसका मतलब അർത്ഥം എടുക്കുമ്പോൾ ഇങ്ങോട്ടാക്കി എടുക്കുക. एक पक्षी था, ഒരു ഉണ്ടായിരുന്നു പക്ഷി എന്നതിന് एक पक्षी था, ഒരു പക്ഷി ഉണ്ടായിരുന്നു. वो नीले आसमान में खूब ऊंचाई पर उड़ता जा रहा था, वो അവൻ നീലെ ആസമാൻ में, നീലെ ആകാശ में खूब ऊंचाई पर നല്ല ഉയരത്തിൽ उड़ता जा रहा था പറക്കുമായിരുന്നു. वो बहुत ऊंचाई पर उड़ने वाले, नीले आसमान में उड़ने वाले एक पक्षी था, ഒരു പക്ഷി ഉണ്ടായിരുന്നു. उसके साथ അവനോടൊപ്പം ഉസ്കെ പിത, അവൻ്റെ അച്ഛനും, और मित्र भी थे, കൂട്ടുകാരും ഉണ്ടായിരുന്നു. वह एक पक्षी अपने पिता और मित्र के साथ बहुत ऊंचाई से, വളരെ ഉയരത്തിലൂടെ, നീലെ ആസ്മാൻ സേ, നീലാകാശത്തിലൂടെ, ഉടുത്താ ജാ രഹേ ഥേ, അല്ലേ, ഉയർന്നു പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സബ് बहुत ऊंचाई पर उड़ने वाले പക്ഷി थे, എല്ലാവരും വളരെ ഊഞ്ചായി പർ ഉയരത്തിലൂടെ, ഉടനെ വാലെ പക്ഷി थे പറക്കുന്ന പക്ഷിയായിരുന്നു. അപ്പോൾ उसकी വിശേഷത क्या है, അതിൻ്റെ പ്രത്യേകത എന്താണ്? वो उसका भूंज तो बहुत कम होगा, അതിൻ്റെ ഭാരം വളരെ കുറവായിരിക്കും. ऊंचाई में उड़ने वाले पक्षियों की ഭൂഞ്ച് बहुत कम होगा, അല്ലേ, ഉയരത്തിലൂടെ പറക്കുന്ന പക്ഷികളുടെ ഭാരം വളരെ കുറവായിരിക്കും. ഉൻകി നിഗാഹെ, അവരുടെ നോട്ടവും, നിഗാഹേം ബി, അവരുടെ നോട്ടവും, ബഡി തേസ് ദി, വളരെ തീക്ഷ്ണമായിരുന്നു. ഉനെ ദൂർ ദൂർ കി ഭനക്, അവർക്ക് വളരെ ദൂരെയുള്ള, ഭനക് എന്ന് പറഞ്ഞാൽ ശബ്ദവും, ആവാസ്, അപ്പോൾ ദൂരെയുള്ള ശബ്ദവും, और ദൂർ ദൂർ കി മെഹക് ബി, വളരെ ദൂരത്തിലുള്ള, മെഹക് എന്ന് പറഞ്ഞാൽ ഗന്ധം, ഗന്ധ് ബി മിൽ ജാതി, ലഭിക്കുമായിരുന്നു. അപ്പോൾ ഹരേക് ജീവ് ജന്തു की उसकी വിശേഷത है, ഓരോ ജീവജാലത്തിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. അപ്പോൾ കൗവാക്കോ ആപ് ദേഖ്തേ ഹേ, കൗവ, കാക്കയെ നിങ്ങൾ കാണുന്നുണ്ട്. वो कौवा क्या है, हमारे हाथों से किसी न किसी खाने की चीज़, നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തിന്നുന്ന വസ്തുക്കൾ, हम फेंकने पर, നമ്മൾ എറിയുമ്പോഴേക്കും, बहुत दूर से, തേസി നിഗാഹോസെ, വളരെ ദൂരത്തുനിന്ന്, തേസി നിഗാഹോസെ, തീക്ഷ്ണമായ നോട്ടത്തോടെ, वो क्या है, वो देखकर, അത് കണ്ടിട്ട്, കൗവ वो क्या है, लेकर उड़ते हैं, കാക്ക അതെടുത്തങ്ങ് പറക്കും. वो क्या है,
उसे तो सूक्ष्म दृष्टि है ले, सूक्ष्म निगाहे है ले, सूक्ष्म നോട്ടം അല്ലെ, കാഴ്ച ഉണ്ട് അതിന്. उसकी विशेषता है. एक दिन ഒരു ദിവസം वह नौजवान പക്ഷി, ആ യുവാവായിരിക്കുന്ന പക്ഷി जमीन पर चलती हुई, നിലത്ത് चलती हुई പോയിക്കൊണ്ടിരിക്കുന്ന एक बैलगाड़ी को देख लेता है, ഒരു बैलगाड़ी കാളവണ്ടിയെ देख लेता है കാണപ്പെടുന്നു. कौन देख लेता है? हाँ, वही नौजवान पक्षी, युवावाയിരിക്കുന്ന പക്ഷി. वो बहुत छोटी पक्षी नहीं, बहुत क्या है उम्र से बहुत छोटी नहीं, പ്രായം കൊണ്ട് വളരെ ചെറുതുമല്ല. और क्या है बूढ़ा भी नहीं, വൃദ്ധനും അല്ല. ये क्या है नौजवान, യുവത്വത്തിലേക്ക് യുവാവായിരിക്കുന്ന പക്ഷി. तो 18 उम्र पहुंचने पर बताएगा യുവാ ഹേ അല്ലേ. 18 ഇയർ ഓൾഡ് ആവുമ്പോൾ പറയും യുവാവാണെന്ന് പറയും. അങ്ങനെ യുവത്വത്തിലേക്ക് അങ്ങ് എത്തിയിട്ടുള്ള ആ യുവ ഉമ്ര കി ഓർ ആഗേ പക്ഷി ഹേ, യുവാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന പക്ഷിയാണ്. 18 വയസ്സായിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്യാനുള്ള കാലഘട്ടമായി. അപ്പോൾ യുവാക്കളായി യുവതികളായി. അപ്പോൾ അങ്ങനെ ആ ഒരു യുവാക്കൾ എന്ന ആ ഒരു ഏജിലേക്ക് കടന്ന സാഹചര്യം അതാണ് പറഞ്ഞിരിക്കുന്നത്. देखिए അപ്പോൾ ഈ നൗജവാനോ സെ അല്ലേ, ഇപ്പോഴുള്ള തലമുറയോടുള്ള ഒരു പുതിയ യുവാക്കളോട് യുവതികളോടുള്ള എക് ചേതാവനി കെ രൂപ മേ, ഒരു ചേതാവനി എന്ന് പറഞ്ഞാൽ ഒരു പറയുന്ന എന്താണോ ആദ്യം തന്നെ മുന്നറിയിപ്പ്, അതാണ് ചേതാവനി. മുന്നറിയിപ്പ് നൽകുന്ന एक कहानी है यह, ഒരു കഥയാണ് ഇത്. മുക്തിബോധ് की कहानी. इसीलिए नौजवान പക്ഷി तो उसके क्या है आयु तो नौजवान है, അതിൻ്റെ ഏജ് നൗജവാൻ എന്നിവിടെ കൊടുത്തിരിക്കാൻ കാരണം एक दिन वो नौजवान പക്ഷി, ആ യുവാവായിരിക്കുന്ന പക്ഷി जमीन पर चलती हुई, നിലത്തൂടെ चलती हुई പോയിക്കൊണ്ടിരിക്കുന്ന एक बैलगाड़ी को देख लेता है, ഒരു കാളവണ്ടിയെ കാണുന്നു. उसमें बड़े बड़े भोरे भरे हुए है, അതിൽ വലിയ വലിയ ഭോരെ ചാക്കകൾ ഭരെ ഹുയെ ഹെ, നിറച്ചിരിക്കുന്നു. ഘാടിവാല ചില്ലാ ചില്ലാക്കർ, ഘാടിവാല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരവണ്ടിക്കാരൻ, ചില്ലാക്കർ വളരെ ശബ്ദത്തിൽ, ചില്ലാക്കർ കഹുത്താഹെ പറയുന്നുണ്ട്. അപ്പോൾ അലറിയിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധോതിമക്കോ ലോ ഏക് പങ്ക് ദോ, वो बताता है ऊंची आवाज में, അദ്ദേഹം വളരെ ഉയർന്ന ശബ്ദത്തിൽ പറയാണ്. അതാണ് ചില്ലാക്കർ ബതാന അല്ലെ, വളരെ ഉച്ചത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ദോ ധീമക്കയും ലോ, രണ്ട് ധീമക്കയും ചിതലുകൾ, ലോ എടുത്തുകൊള്ളൂ, ഏക് പങ്ക് ദോ ഒരു ചിറക് തരൂ. ദോ ധീമക്കയും ലോ, രണ്ട് ചിതലുകൾ എടുത്തുകൊള്ളൂ, ഏക് പങ്ക് ദോ ഒരു ചിറക് തരൂ. ये कहानी है, कहानी में ये इंसान और पक्षी में बातचीत होता है. वो क्या बेचता है? ये तो बैलगाड़ी है, ഇതൊരു കാളവണ്ടിയാണ്. बैलगाड़ी में ये ധീമക്കെ ബേച്ച്തേ ഹെ അല്ലേ, ചിതലുകളെയാണ് വിൽക്കുന്നത്. അപ്പോൾ കഥയാണ്. ഈ കഥയിൽ ഇൻസാൻ और छोटी पक्षी तो नौजवान पक्षी तो आपस में बातचीत करता है. कहानी के अंदर क्या सबक है, കഥയ്ക്കുള്ളിൽ എന്താണ് സബക്, ഗുണപാഠം ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ കഥകളായിട്ട് അല്ലെ ഓരോ റൈറ്റേഴ്സ് പറഞ്ഞുതരും. അപ്പോൾ ഇത് കഥയ്ക്കുള്ളിലെ കഥയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ഇതുവരെയാണ് ഇപ്പം എടുത്തിരിക്കുന്ന ഭാഗം. ഇതിലൊരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിരിക്കുന്നു. देखिए पक्षी और दीमक कहानी को फिल्माने के लिए पटकथा तैयार करें. പക്ഷി और दीमक ആ കഥയെ ഫിൽമാനെ के लिए സിനിമയാക്കാൻ വേണ്ടിയിട്ട് പട്കഥ തയ്യാർ കരെ, സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ, തിരക്കഥ തയ്യാറാക്കാൻ. देखिए एक स्क्रिप्ट तो इधर है, उत्तर तो उसका आंसर के रूप में लिखा है. दृश्य एक, സഭേരെ കാ ആകാശ്, രാവിലെയുള്ള ആകാശം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് നീലേ ആസമാൻ, നീല ആകാശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീൻ പക്ഷി ബാത് കർത്തേ ഹുയേ ഉഡ് രഹേ ഹൈ,
മൂന്ന് പക്ഷികൾ ബാത്ത് കർത്തെ ഹുയെ സംസാരിച്ചു കൊണ്ട് ഉഡ് രഹേ ഹെ പറന്നുകൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് തീൻ എന്നത് 5 എന്നൊക്കെ ആക്കാം, എത്ര എണ്ണം നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഒരു മോഡൽ എന്നുള്ള രീതിയിൽ എഴുതിയാണ്. ഏക് പക്ഷി ഒരു പക്ഷി, ദേഖോ ഉഡ്തേ ഉഡ്തേ ഹം ബഹുത് ഊപ്പർ ആഗേ, പറന്ന് പറന്ന് നമ്മൾ വളരെ ഉയരത്തിലെത്തിയല്ലോ. അപ്പോൾ അവരുടെ കോൺവെർസേഷനിലൂടെ, അവരുടെ സംസാരത്തിലൂടെ അവർ വളരെ ഉയരത്തിലാണ് എന്നത് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതിൽ കഥാപാത്രങ്ങൾ പക്ഷികളാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ടി വി എന്ന കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചു ടി വി കെ ആധാർ पर പട്കഥ കൈസെ തയ്യാർ കരെ, ടി വി എന്ന കഥയെ അടിസ്ഥാനമാക്കി എങ്ങനെയാണ് പട്കഥ തയ്യാറാക്കേണ്ടത് എന്നുള്ള വരുൺ ഗ്രോവറിൻ്റെ പട്കഥയിലൂടെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഉസി പ്രകാർ എക് പട്കഥ തയ്യാർ കർനാ ഹെ. അപ്പോൾ ദൃശ്യ ഏക് സീൻ ഒന്നാണ്, സമയ ദിയേ ഹെ സബേരെ കാ ആകാശ്, എവിടെ ആ സ്ഥലം എന്നുള്ളതും കൊടുത്ത്. അപ്പോൾ സബേര ഹെ, സബേര 8 ബജെ, സബേരെ 10 ബജെ. അപ്പോൾ ആക്കെ മർജി പർ ലൈക്ക് അല്ലേ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതൊക്കെ എഴുതാം. ആസ്മാൻ നീലെ ആസ്മാൻ ഹെ, നീലെ ആകാശ് ഹെ. 3 പക്ഷി ബാത് കർത്തെ ഹുയെ ഉഡ് രഹേ ഹെ, 3 പക്ഷികൾ സംസാരിച്ചു കൊണ്ട് പറന്നുകൊണ്ടിരിക്കുന്നു. ഏക് പക്ഷി, ദേഖോ ഉഡ്തേ ഉഡ്തേ ഹം ബഹുത് ഊപ്പർ ആഗേ, പറന്ന് പറന്ന് നമ്മൾ മുകളിലെത്തിയല്ലോ. ദൂസറാ പക്ഷി, അടുത്ത പക്ഷി, നീച്ചേ ദേഖോ താഴേക്ക് നോക്കൂ, സബ് കുച്ച് ഛോട്ടാ ഛോട്ടാ, എല്ലാം ചെറുതായി തന്നെ. തീസറാ പക്ഷി, മൂന്നാമത്തെ പക്ഷി, ദേഖോ നോക്കൂ, ഏക് ബൈൽഗാഡി ചൽ രഹി ഹെ, ഒരു കാളവണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ദൂസറാ പക്ഷി, മുझे കുച്ച് ദിക്താ നഹി, ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. തീസറാ പക്ഷി, मैं जाकर देखूं, ഞാൻ പോയി നോക്കാം. ഉഡ്തേ ഹുയെ നീച്ചെ ജാത്താ ഹെ, പറന്നുകൊണ്ട് താഴേക്ക് പോകുന്നു. ये तो आप किताब में लिखना है पटकथा, तो इससे इस कहानी से पटकथा पूछा जाएगा. अगला भाग अगले कक्षा में.